ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മൈമെൻറ്റർ PSC ആപ്ലിക്കേഷനിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു സീരീസ് ആരംഭിക്കുകയാണ്. അതായത് PSC ബുള്ളറ്റിനിൽ വന്നിട്ടുള്ള കറണ്ട് അഫേഴ്സ് ഫ്രം ഫെബ്രുവരി 2nd എഡിഷൻ. ഫെബ്രുവരി 2nd എഡിഷൻ തൊട്ട് PSC ബുള്ളറ്റിൽ വന്നിട്ടുള്ള കറണ്ട് അഫേഴ്സ് ഓരോ എഡിഷൻ വൈസ് നമ്മളിന്ന് പഠിച്ചു തുടങ്ങുകയാണ്. അപ്പം ഇത് ആകെപ്പാട് വളരെ കുറച്ച് പോയിൻറ്റ്സേ നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ ഇതൊരു 10-15 മിനിറ്റ് നമ്മളൊന്ന് വായിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് റിക്കളക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഞാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഫെബ്രുവരി 2nd എഡിഷൻ തൊട്ടാണ്. കാര്യം ഇതിൻ്റെ നമ്മുടെ ജനുവരിയിലെയും അതേപോലെ ഫെബ്രുവരി 1st എഡിഷനിലൊക്കെ 2024 കറണ്ട് അഫയേഴ്സ് ആണുള്ളത്. അപ്പോൾ ഫെബ്രുവരി നമ്മുടെ ഈ ഒരു വർഷം ഫെബ്രുവരി തൊട്ടുള്ള കറണ്ട് അഫയേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു 2nd എഡിഷൻ തൊട്ടായതുകൊണ്ട് തന്നെ ഈ ഒരു എഡിഷൻ തൊട്ട് നമുക്ക് പഠിച്ചു തുടങ്ങാം. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഇതിനകത്ത് നമ്മൾ PSC ബുള്ളറ്റിൽ വന്നിട്ടുള്ള പോയിൻറ്റ്സ് അതേപോലെ ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ കുറച്ച് റിലേറ്റഡ് ഫാക്ട്സ് കൂടി എക്സ്ട്രാ അതിനകത്ത് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് വന്ന് പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് സുഗതകുമാരി നവതി ആഘോഷ സമിതി ഏർപ്പെടുത്തിയ സുഗത നവതി പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണെന്ന്. അത് ശ്രീമൻ നാരായണനാണ്. അപ്പം ശ്രീമൻ നാരായണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സുഗതകുമാരി ഒരു പരിസ്ഥിതി പ്രവർത്തകയായിരുന്നു അല്ലേ. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണ് ലഭിച്ചത്? ഒരു പരിസ്ഥിതി പ്രവർത്തകനായ ശ്രീമൻ നാരായണനാണ് ഇത് ലഭിച്ചത്. ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, ഏത് മേഖലയുമായി ബന്ധപ്പെട്ട ആളാണ് ഇദ്ദേഹം എന്ന് ചോദിക്കാം. ഇദ്ദേഹം ഒരു പരിസ്ഥിതി പ്രവർത്തകനാണ്. അതായത് ഇദ്ദേഹം കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് ജീവജലത്തിനൊരു മൺപാത്രം എന്നുള്ള പദ്ധതി. അതായത് വേനൽക്കാലത്തൊക്കെ പക്ഷികൾക്കൊക്കെ വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഇദ്ദേഹം മൺപാത്രങ്ങൾ സംഭാവന ചെയ്യുന്നുണ്ട്. അതായത് 10,000 മൺപാത്രങ്ങൾ സംഭാവന ചെയ്ത ഒരു വ്യക്തിയാണ് ആര്? ശ്രീമൻ നാരായണൻ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രവൃത്തിയാണ് ഈ പുരസ്കാരത്തിന് ഇദ്ദേഹത്തെ അർഹനാക്കിയത്. ഇതിൻ്റെ പുരസ്കാര തുക എത്രയാണ്? 5 ലക്ഷം രൂപയാണ്. 5 ലക്ഷം രൂപയാണ് നമ്മുടെ സുഗത നവതി പുരസ്കാരത്തിൻ്റെ തുക എന്ന് പറയുന്നത്. ഇത് നേടിയ വ്യക്തി ആരാണ്? ശ്രീമൻ നാരായണനാണ്. ഇദ്ദേഹത്തിൻ്റെ പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത്? ജീവജലത്തിനൊരു മൺപാത്രം എന്ന പദ്ധതി. ഈ ഒരു പദ്ധതിയിലൂടെ അദ്ദേഹം ഒരുപാട് മൺപാത്രങ്ങൾ സംഭാവന ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്രവൃത്തിയാണ് അദ്ദേഹത്തെ ഈ ഒരു പുരസ്കാരത്തിന് അർഹനാക്കിയത്. ഇനി നോക്കിക്കേ, ശൂരനാട് കുഞ്ഞൻപിള്ള പുരസ്കാരത്തിന് അർഹനായ എഴുത്തുകാരൻ ആരാണെന്ന് ഒരു പോയിന്റ് ഉണ്ട്. നമുക്കറിയാം ശൂരനാട് കുഞ്ഞൻപിള്ള ആരാണ്? ആദ്യത്തെ എഴുത്തച്ഛൻ അവാർഡ് ജേതാവാണ്. എഴുത്തച്ഛൻ അവാർഡ് ലഭിച്ച ആദ്യത്തെ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ശൂരനാട് കുഞ്ഞൻപിള്ള എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ നൽകുന്ന പുരസ്കാരമാണ് ഏതെന്ന് പറയുന്നത്? ശൂരനാട് കുഞ്ഞൻപിള്ള പുരസ്കാരം. ഇത് ലഭിച്ച എഴുത്തുകാരൻ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡോക്ടർ AM ഉണ്ണികൃഷ്ണനാണ്. ഡോക്ടർ AM ഉണ്ണികൃഷ്ണനാണ്. ഇതിൻ്റെ പുരസ്കാര തുക ഒരു ഫാൻസി നമ്പർ പോലെയാണ്. 25,555 രൂപയാണ് ഈ ഒരു പുരസ്കാരത്തിൻ്റെ തുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് നോക്കിയിരിക്കുക. അപ്പോൾ 25,555 രൂപ പുരസ്കാര തുക വരുന്ന ശൂരനാട് കുഞ്ഞൻപിള്ള പുരസ്കാരത്തിന് അർഹനായ എഴുത്തുകാരനാണ് ഡോക്ടർ AM ഉണ്ണികൃഷ്ണൻ. ഓക്കെ, അടുത്തത് നമ്മുടെ കാർഷിക സർവകലാശാലയുടെ പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് പദവി ലഭിച്ച വ്യക്തി. ഇദ്ദേഹത്തെ നമുക്കറിയാം, നമ്മൾ പത്മശ്രീ ലഭിച്ച വർഷത്തിലൊക്കെ കറണ്ട് അഫയേഴ്സിലൊക്കെ ഇദ്ദേഹത്തെ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ എന്താണ് ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത? നമ്മുടെ ചെറുവയൽ രാമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമ്പരാഗത വിത്തിനങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. അതായത് നേരത്തെ ഉണ്ടായിരുന്ന വിത്തിനങ്ങളിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഒരുപാട് നെൽവിത്തുകൾ അല്ലെങ്കിൽ അതിൻ്റെ വിത്തിനങ്ങളുണ്ട്. അതിനെയൊക്കെ തിരിച്ചു കൊണ്ടുവരുന്നതിൽ ഏറ്റവും മുഖ്യ പ്രധാന പങ്ക് വഹിച്ച ഒരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ചെറുവയൽ രാമൻ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ സ്വദേശം എവിടെയാണ്? വയനാടാണ്. ചെറുവയൽ എന്ന് പറഞ്ഞാൽ വയനാടാണ്. ഇദ്ദേഹം കുറിച്യർ എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിൽ പെടുന്ന ആളാണ്. കാർഷിക സർവകലാശാലയുടെ പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് പദവി ലഭിച്ച വ്യക്തി ആരാണ്? ചെറുവയൽ രാമനാണ്. 2023 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച വ്യക്തിയാണ് ആര്? ചെറുവയൽ രാമൻ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ വിശേഷണമാണ് പരമ്പരാഗത വിത്തിനങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത്. അതായത് നമ്മുടെ അന്യം നിന്നു പോയ 100ഓളം വിത്തിനങ്ങൾ, ഏകദേശം 32-33 വിത്തിനങ്ങളോളം തിരികെ കൊണ്ടുവന്ന് അതിനെ സംരക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ചെറുവയൽ രാമൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിനാണ് എന്ത് കിട്ടിയത്? പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് പദവി. ഏത് സർവകലാശാല? കാർഷിക സർവകലാശാലയുടെ പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് പദവി ലഭിച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? അത് നമ്മുടെ ചെറുവയൽ രാമനാണ്. ഇനി നോക്കിക്കേ, അടുത്തത് 2023 കേരള ശാസ്ത്ര പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് ആര്? ഡോക്ടർ S സോമനാഥൻ. നമുക്കറിയാം ISROയുടെ മുൻ ചെയർമാനാണ് ആര്? സോമനാഥൻ എന്ന് പറയുന്നത്. അപ്പം ഡോക്ടർ S സോമനാഥനാണ് എന്ത് കിട്ടിയത്? 2023 കേരള ശാസ്ത്ര പുരസ്കാരം ലഭിച്ചത് നമ്മുടെ മുൻ ISROയുടെ ചെയർമാനായിരുന്ന
ഡോക്ടർ എസ് സോമനാഥനാണ്. ഇനി നോക്കി നിലവിലെ ചെയർമാൻ ആരാണ്? ഡോക്ടർ വി നാരായണനാണ് ISROയുടെ നിലവിലെ ചെയർമാൻ എന്ന് ഓർത്തിരിക്കുക. അതേപോലെ തന്നെ ബഹ്റൈൻ സർക്കാരിൻ്റെ പരമോന്നത ബഹുമതിയായ ബഹ്റൈൻ മെഡൽ ഓഫ് എഫിഷ്യൻസി നേടിയ പ്രവാസി വ്യവസായി ആരാണെന്ന് ചോദിച്ചു ഒരു പോയിന്റ് വന്നിട്ടുണ്ട്. അതാരാണ്? ബി രവിപിള്ളയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ബഹ്റൈൻ മെഡൽ ഓഫ് എഫിഷ്യൻസി നേടിയ പ്രവാസി വ്യവസായി എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേരെന്താണ്? രവിയുഗം എന്നാണ്. ഇദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേരെന്താണ്? രവിയുഗം. ആത്മകഥ ജസ്റ്റ് നോക്കി വെച്ചിരിക്കാം. രവിയുഗം എന്നത് നമ്മുടെ ബി രവിപിള്ളയുടെ ആത്മകഥയാണെന്ന് ഓർത്തിരിക്കുക. ഇത് നോക്കിക്കേ, കേരള ഓട്ടോമോട്ടീവ് ടെക്നോളജി സമ്മിറ്റ് കാറ്റ്സ് ഇത് ഏത് ജില്ലയിലാണ് നടന്നത് 2025 ചോദിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിലാണ് നടന്നത്. എന്താണ്? കേരള ഓട്ടോമോട്ടീവ് ടെക്നോളജി സമ്മിറ്റ് നടന്ന ജില്ലയാണ് തിരുവനന്തപുരം ജില്ല. നോക്കിയേ, കേരള സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷനുമായി സഹകരിച്ച് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി ആണ് ഈ ഒരു സമ്മിറ്റ് സംഘടിപ്പിച്ചത്. ജസ്റ്റ് ഒന്ന് എക്സ്ട്രാ ഫാക്റ്റായിട്ട് പറഞ്ഞതേ ഉള്ളൂ. നമുക്കിത് ജസ്റ്റ് അറിയേണ്ടത് ഏത് ജില്ലയിലാണ് നടന്നത് ഇത് 2025 എന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരം ജില്ലയിലാണ്. ഇനി നോക്കി, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരും പഠനത്തിൽ മികവ് പുലർത്തുന്നവരുമായ ഭവനരഹിതരായ വിദ്യാർത്ഥികൾക്ക് വീട് നിർമ്മിച്ച് നൽകുന്നതിനായി ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല ആരംഭിച്ച പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത്? ഒപ്പം പദ്ധതി. ഇത് നമ്മൾ നേരത്തെ പദ്ധതികൾ പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളതാണ്. സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരും പഠനത്തിൽ മികവ് പുലർത്തുന്നതുമായ ഭവനരഹിതരായ വിദ്യാർത്ഥികൾക്ക് വീട് നിർമ്മിച്ച് നൽകുന്ന ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ പദ്ധതി ആണ് എന്തെന്ന് പറയുന്നത്? ഒപ്പം പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ എവിടെയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ ആസ്ഥാനം എന്ന് പറഞ്ഞാൽ കൊല്ലത്താണ്. അപ്പോൾ നോക്കി, ഈ ഒപ്പം എന്ന് പറയുമ്പം നമുക്ക് വേറെ 2 പദ്ധതികൾ കൂടിയുണ്ട്. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല ആരംഭിച്ച ഭവന നിർമ്മാണ പദ്ധതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒപ്പമാണ്. അതേപോലെ തന്നെയുള്ള 2 പദ്ധതികളാണിത്. അതായത് റേഷൻ കടകളിൽ നേരിട്ടെത്തി ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങാൻ കഴിയാതിരിക്കുന്ന അതിദരിദ്രരായ വാർദ്ധക്യ സഹജമായ രോഗികൾക്കും അതേപോലെ കിടപ്പ് രോഗികൾക്കും അതാത് പ്രദേശത്തെ സേവന തൽപരരായ ഓട്ടോ തൊഴിലാളികളുടെ സേവനം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് റേഷൻ അല്ലെങ്കിൽ സൗജന്യ ഭക്ഷ്യധാന്യങ്ങൾ വീട്ടിലെത്തിച്ചു കൊടുക്കുന്ന പദ്ധതിയുടെ പേരും എന്ത് തന്നെയാണ്? ഒപ്പം പദ്ധതി എന്ന് തന്നെയാണ്. അപ്പം ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ ഭവന നിർമ്മാണ പദ്ധതി ചോദിച്ചാൽ ഒപ്പമാണ്. അതേപോലെ തന്നെ കിടപ്പ് രോഗികൾക്കും അതേപോലെ തന്നെ അതിദരിദ്രരായിട്ടുള്ള വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ മൂലം റേഷൻ കടകളിൽ നേരിട്ടെത്തി ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങാൻ പറ്റാത്തവർക്കും അത് നമ്മുടെ സേവന തൽപരരായ ഓട്ടോ തൊഴിലാളികളുടെ സഹായത്തോടു കൂടി വീട്ടിലെത്തിച്ച് നൽകുന്ന പദ്ധതി ഏതാണെന്ന് ചോദിച്ചാലും ഒപ്പം പദ്ധതിയാണ്. ഇനി വേറൊരു ഒപ്പം പദ്ധതിയുണ്ട്. അതായത് കേരള സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ടെലി കൗൺസിലിംഗ് പദ്ധതിയുടെ പേരും എന്ത് തന്നെയാണ്? ഒപ്പം എന്ന് തന്നെയാണ്. അപ്പോൾ കേരള സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ടെലി കൗൺസിലിംഗ്, ടെലിഫോൺ വഴി കൗൺസിലിംഗ് നൽകുന്ന പദ്ധതിയുടെ പേരും എന്ത് തന്നെയാണ്? ഒപ്പം എന്ന് തന്നെയാണ്. ഇത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നേരത്തെ പദ്ധതികൾ പഠിച്ചപ്പോൾ അതിനകത്ത് പറഞ്ഞ പോയിന്റ്സ് ആണ്. ഇനി നോക്കിക്കേ, ചിനാർ മരങ്ങളുടെ സംരക്ഷണത്തിനായി ട്രീ ആധാർ പദ്ധതി ആരംഭിച്ചത് എവിടെയാണ്? ജമ്മു കാശ്മീരിലാണ്. ട്രീ ആധാർ പദ്ധതി നമുക്ക് നല്ല സ്ട്രൈക്കിംഗ് ആയിട്ടുള്ളൊരു പോയിന്റാണ്. ഏതാണ്? ട്രീ ആധാർ പദ്ധതി ആരംഭിച്ചത് ജമ്മു കാശ്മീരിലാണ്. ചിനാർ മരങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? ഈ ഒരു പദ്ധതി ആവിഷ്കരിച്ചത്. ചിനാർ മരങ്ങളുടെ സെൻസസ് നടത്തുകയും അവയെ ഫലപ്രദമായി നിരീക്ഷിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനുമായി ഓരോ മരത്തിനും ഒരു പ്രത്യേക ഐഡൻറ്റിറ്റി നൽകുകയും ചെയ്യുന്നതാണ് ഈ സംരംഭത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ആധാർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഐഡൻറ്റിറ്റി കളക്ട് ചെയ്യുന്ന, അല്ലെ നമ്മുടെ ഐഡൻറ്റിറ്റി എന്താണെന്ന് വെളിപ്പെടുത്തുന്ന ഒരു പദ്ധതിയാണ് അല്ലെ ആധാർ പദ്ധതി, അല്ലെ നമ്മുടെ ആധാർ കാർഡ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ചിനാർ മരങ്ങളുടെയും അതിനും ഒരു ഐഡൻറ്റിറ്റി നൽകുന്ന പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്? ട്രീ ആധാർ പദ്ധതി എന്ന് പറയുന്നത്. ഇത് ആരംഭിച്ച എവിടെയാണ്? ജമ്മു കാശ്മീരിലാണ്. നല്ലൊരു പോയിന്റാണ് അത് ചോദിക്കാൻ. അടുത്ത നോക്കി, ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ സഹകരണ സർവകലാശാല എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ത്രിഭുവൻ സഹകാരി സർവകലാശാലയാണ്. ത്രിഭുവൻ സഹകാരി സർവകലാശാല എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ സഹകരണ സർവകലാശാലയാണ് ഏതെന്ന് പറയുന്നത്? ത്രിഭുവൻ സഹകാരി സർവകലാശാല. നമ്മുടെ ഗുജറാത്തിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ മാനേജ്മെൻറ്റ് ആനന്ദിലാണ് രാജ്യത്തെ ആദ്യത്തെ ദേശീയ സഹകരണ സർവകലാശാല സ്ഥാപിക്കുക എന്ന് പറയുന്നത്. എവിടെയാണ്? ഗുജറാത്തിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ മാനേജ്മെൻറ്റ് ആനന്ദിലാണ് എന്ത് വരുന്നത്? രാജ്യത്തെ ആദ്യത്തെ ദേശീയ സഹകരണ സർവകലാശാല സ്ഥാപിക്കപ്പെടുന്നത്. അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. അതായത് റെയിൽവേ മന്ത്രാലയം പുറത്തിറക്കിയ
പൊതുജനങ്ങൾക്ക് സമഗ്രമായ റെയിൽവേ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ഏകജാലക പരിഹാര ആപ്പിൻ്റെ പേരെന്താണ്? സ്വറെയിൽ എന്നാണ്. അതായത് ഇത് നമുക്ക് ഏറ്റവും ഇപ്പം ഇങ്ങനത്തെ ആപ്ലിക്കേഷനൊക്കെ അല്ലെങ്കിൽ പോർട്ടലുകളൊക്കെ PSC സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ നോക്കി, റെയിൽവേ മന്ത്രാലയം പുറത്തിറക്കിയ പൊതുജനങ്ങൾക്ക് സമഗ്രമായ സേവനം നൽകുന്ന ആപ്ലിക്കേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? സ്വറെയിലാണ്. ഇനി അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പോയിന്റാണ്, കേരളത്തിലെ ട്രെയിൻ യാത്രക്കാർക്ക് സുരക്ഷ ഉറപ്പാക്കാൻ RPF റെയിൽവേ പ്രൊട്ടക്റ്റഡ് ഫോഴ്സും റെയിൽവേ പോലീസും സംയുക്തമായി നടത്തുന്ന പരിശോധനയുടെ പേരാണ് ഓപ്പറേഷൻ രക്ഷിത എന്ന് പറയുന്നത്. ഓപ്പറേഷൻ രക്ഷിത. അതായത് നമുക്കറിയാം, മദ്യപിച്ചിട്ടൊക്കെ ട്രെയിനിൽ കയറുന്ന ആൾക്കാരെ ചെക്ക് ചെയ്യുന്നതും ഒക്കെയാണ് എന്ത്, അതായത് സ്ത്രീകൾക്കും ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർക്കും ഇങ്ങനെ മദ്യപിച്ച് കയറുന്ന ആൾക്കാരെ കൊണ്ടുള്ള ശല്യങ്ങളൊക്കെ ഒഴിവാക്കുക, അല്ലെങ്കിൽ മറ്റ് അവരുടെ സുരക്ഷയ്ക്ക് എന്തെങ്കിലും ഭീഷണി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ RPFും അതേപോലെ റെയിൽവേ പോലീസും സംയുക്തമായി നടത്തുന്ന പരിശോധനയുടെ പേരെന്താണെന്ന് ചോദിക്കാം. അത് ഓപ്പറേഷൻ രക്ഷിതയാണ്. ഓപ്പറേഷൻ രക്ഷിത ഇമ്പോർട്ടൻ്റ് ആണ്. ഈ രണ്ട് പോയിന്റും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. ആപ്ലിക്കേഷൻ, സമഗ്രമായ സേവനങ്ങൾ നൽകുന്ന ആപ്ലിക്കേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ സ്വറെയിലും, എന്നാൽ കേരളത്തിലെ ട്രെയിൻ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന പരിശോധന ഏതാണെന്ന് ചോദിച്ചാൽ, അല്ലെ അത് ഏത് ഓപ്പറേഷൻ എന്നാണ് അറിയപ്പെടുന്നതെന്ന് ചോദിച്ചാൽ ഏതാണ്? ഓപ്പറേഷൻ രക്ഷിതയാണെന്നും ഓർത്തിരിക്കുക. ഇനി നോക്കി, ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ആരാണ്? ഇന്ത്യൻ വംശജയായ സുനിത വില്യംസ് ആണ്. 62 മണിക്കൂറും 6 മിനിറ്റുമാണ് എന്ത് ചെയ്ത് ഇവര് ബഹിരാകാശത്ത് നടന്നത്. നോക്കിക്കേ, 60 മണിക്കൂർ എന്ന നാസയുടെ മുൻ ശാസ്ത്രജ്ഞ പെഗി വിറ്റ്സന്റെ റെക്കോർഡാണ് എന്ത് ചെയ്തത്, ഇവര് തിരുത്തിയത്. അപ്പോൾ നോക്കിക്കേ, എത്ര മണിക്കൂറാണ്? 62 മണിക്കൂറും 6 മിനിറ്റുമാണ് ബഹിരാകാശത്ത് നടന്നത്. ഏത് റെക്കോർഡാണ്, ആരുടെ റെക്കോർഡാണ് ബ്രേക്ക് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെഗി വിറ്റ്സന്റെ റെക്കോർഡാണ് ബ്രേക്ക് ചെയ്തത്. അവർ എത്ര മണിക്കൂറായിരുന്നു? 60 മണിക്കൂറും 21 മിനിറ്റുമായിരുന്നു അവരുടെ റെക്കോർഡെന്ന് പറയുന്നത്. നോക്കിയേ, അപ്പം ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത എന്ന റെക്കോർഡ് സ്വന്തമാക്കിയതാരാണ്? സുനിത വില്യംസ് ആണ്. ഇന്ത്യൻ വംശജയും അതേപോലെ നാസയുടെ ശാസ്ത്രജ്ഞയുമായ സുനിത വില്യംസ് ആണ്. 62 മണിക്കൂറും 6 മിനിറ്റുമാണ് ബഹിരാകാശത്ത് ഇവർ ചെലവിട്ടത് അല്ലെങ്കിൽ നടന്നത്. ഇനി നോക്കിക്കേ, നമ്മുടെ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നടന്ന ISROയുടെ 100ാമത്തെ വിക്ഷേപണം ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും സയൻസ് ആൻഡ് ടെക്നോളജിന്ന് ഇതേപോലത്തെ നമ്പേഴ്സിൻ്റെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. 25ാമത്തെ, 50ാമത്തെ, 75ാമത്തെ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നടന്ന ISROയുടെ 100ാമത്തെ വിക്ഷേപണം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? NVS-02 ആണ്. നാവിഗേഷൻ സാറ്റലൈറ്റ് ആണ്. NVS-02 ആണ്. ഇനി നോക്കി, GSLV F-15 എന്ന റോക്കറ്റിലാണിത് വിക്ഷേപിച്ചത്. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. NVS-02ഉം ഏത് റോക്കറ്റിലാണ് വിക്ഷേപിച്ചത്? GSLV F-15 റോക്കറ്റിലാണിത് വിക്ഷേപിച്ചത്. ഗതി നിയന്ത്രണ സംവിധാനങ്ങൾക്കുള്ള ഉപഗ്രഹമാണിത്. ഇത് വിക്ഷേപിച്ച തീയതി എന്നാണെന്ന് ചോദിച്ചാൽ 2025 ജനുവരി 29-നാണ്. 2025 ജനുവരി 29 രാവിലെയാണ് എന്ത് ചെയ്തത്? NVS-02 വിക്ഷേപിച്ചത്. ഇത് വിക്ഷേപിച്ച വാഹനം ഏതാണ്? GSLV F-15ലൂടെയാണിത് വിക്ഷേപിച്ചത്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ്. ഇനി നോക്കിക്കേ, അടുത്തത്, തുടർച്ചയായി ഏറ്റവും അധികം ബഡ്ജറ്റ് അവതരിപ്പിച്ചതിന് റെക്കോർഡ് നേടിയ കേന്ദ്രമന്ത്രി ഓൾറെഡി പ്രീവിയസ് ആയിട്ട് PSC ചോദിച്ച ചോദ്യമാണ്. നമ്മൾ അടുത്ത് തന്നെ നടന്ന ഒരു പരീക്ഷയ്ക്ക് എന്ത് ചെയ്തു, ഇത് ചോദിച്ചു. നിർമ്മല സീതാരാമനാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു വേർഡ് ഇതിൻ്റെ കീവേഡാണ്. അതായത് തുടർച്ചയായി ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രിയാണ് ആരെന്ന് പറയുന്നത്? നിർമ്മല സീതാരാമൻ എന്ന് പറഞ്ഞാൽ. എന്നാൽ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി ആരാണ്? അത് മൊറാർജി ദേശായി ആണ്. 10 ബഡ്ജറ്റുകളാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. പക്ഷേ തുടർച്ചയായി ഏറ്റവും അധികം ബഡ്ജറ്റ് അവതരിപ്പിച്ചതിൻ്റെ റെക്കോർഡ് ആരുടെ പേരിലാണ്? നിർമ്മല സീതാരാമൻ്റെ പേരിലാണ്. ഇനി നോക്കിയേ, തുടർച്ചയായി 7 ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആരാണ്? CD ദേശ്മുഖ് ആണ്. അപ്പോൾ നോക്കി, ഇവർ തുടർച്ചയായി എത്ര ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട്? 8 ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട്. തുടർച്ചയായി 8 ബഡ്ജറ്റുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇനി തുടർച്ചയായി 7 ബഡ്ജറ്റ് അവതരിപ്പിച്ച വ്യക്തിയാണ് CD ദേശ്മുഖ് എന്ന് പറയുന്നത്. നമ്മുടെ RBIയുടെ ഫസ്റ്റ് ഇന്ത്യൻ അല്ലെങ്കിൽ ഇന്ത്യക്കാരനായിട്ടുള്ള ആദ്യത്തെ ഗവർണർ ആരാണ്? CD ദേശ്മുഖ് ആണ്. അപ്പോൾ ഇദ്ദേഹമാണ് എന്ത് ചെയ്തത്? തുടർച്ചയായി 7 ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. ഇനി തുടർച്ചയായി 6 ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആരാണ്? മൊറാർജി ദേശായി ആണ്. അദ്ദേഹം 2 ടേണിലായിട്ടാണ് ഈ 10 വട്ടം ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. ആദ്യത്തെ വട്ടം 6 പ്രാവശ്യവും പിന്നത്തെ വട്ടം 4 പ്രാവശ്യം. അതുകൊണ്ടാണ് തുടർച്ചയായി എന്ന വാക്ക് വരുമ്പം
അദ്ദേഹത്തിൻ്റെ പേര് മാറി ആരുത്തരവാകുന്നത്? നിർമ്മല സീതാരാമൻ ഉത്തരവ് ആകുന്നത്. ഓക്കെ, അപ്പോൾ തുടർച്ചയായി 6 ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത് മൊറാർജി ദേശായി. നമുക്കത് പറയാം. മൊറാർ 6 ബഡ്ജറ്റ് തുടർച്ചയായി മൊറാർജിയാണ് എന്ത് ചെയ്ത 6 ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. CD ദേശ്മുഖ് തുടർച്ചയായി 7 ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട്. നിർമ്മല സീതാരാമൻ തുടർച്ചയായി 8 ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട്. തുടർച്ചയായി 5 ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആരാണ്? പി ചിദംബരമാണ് എന്ത് ചെയ്തത്? തുടർച്ചയായിട്ട് 5 ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. ഇനി ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച വ്യക്തി ആരാണ്? അത് മൊറാർജി ദേശായി ആണ്. 10 ബഡ്ജറ്റാണ് എന്ത് ചെയ്തത്? അദ്ദേഹം അവതരിപ്പിച്ചിട്ട് ഉള്ളത്. അപ്പോൾ നോക്കിയേ, തുടർച്ചയായി ഏറ്റവും അധികം ബഡ്ജറ്റ് അവതരിപ്പിച്ച റെക്കോർഡ് നേടിയ കേന്ദ്ര ധനമന്ത്രി, പ്രീവിയസ് ചോദ്യമാണ് ഓൾറെഡി, നിർമ്മല സീതാരാമനാണ് ഈ റെക്കോർഡിനുടമ. ഓക്കെ, ഇനി ലോകാരോഗ്യ സംഘടന മലേറിയ വിമുക്ത രാജ്യമായി പ്രഖ്യാപിച്ച രാജ്യം ഏതാണ്? ജോർജിയയാണ്. ലോകാരോഗ്യ സംഘടന എന്ത് ചെയ്തു? മലേറിയ വിമുക്ത രാജ്യമായി പ്രഖ്യാപിച്ചത് ജോർജിയയാണ്. ഇനി നോക്കി, ഓൾ ഇന്ത്യ മലേറിയ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഡൽഹിയിലാണ്. ഓൾ ഇന്ത്യ മലേറിയ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഡൽഹിയിലാണ്. ഇനി നോക്കി, ഇത് ഒരു ഇച്ചിരി പഴയ പോയിന്റ് ആണ്, പക്ഷെ നമുക്ക് റെലവൻ്റ് ആണ്. നോക്കി, 2023 ഒക്ടോബറിൽ സംസ്ഥാനത്ത് ആദ്യമായി പ്ലാസ്മോഡിയം ഒവൈൽ മലേറിയ സ്ഥിരീകരിച്ച ജില്ല ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? കോഴിക്കോട് ജില്ലയാണ്. നമ്മൾ എപ്പോഴും കാണുന്ന രീതിയിലുള്ള പ്ലാസ്മോഡിയം എപ്പോഴും കാണുന്ന രീതിയിലുള്ള മലേറിയ അല്ലാതെ ഒവൈൽ മലേറിയ, പ്ലാസ്മോഡിയം ഒവൈൽ മലേറിയ ആദ്യമായി സ്ഥിരീകരിച്ചത് ഏത് ജില്ലയിലാണ്? കോഴിക്കോട് ജില്ലയിലാണ്. 2023 ഒക്ടോബറിലാണ് ഇത് സ്ഥിരീകരിക്കുന്നത്. ഓക്കെ, അപ്പം ലോകാരോഗ്യ സംഘടന മലേറിയ വിമുക്ത രാജ്യമായി പ്രഖ്യാപിച്ചത് ഏതാണ്? ജോർജിയയാണ്. ഓൾ ഇന്ത്യ മലേറിയ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഡൽഹിയിലാണ്. നമ്മുടെ പ്ലാസ്മോഡിയം ഒവൈൽ മലേറിയ കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആദ്യമായി സ്ഥിരീകരിച്ചതെന്ന് ചോദിച്ചാൽ എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലാണ്. ഇനി നോക്കിക്കേ, ഏറ്റവും കൂടുതൽ ഗ്രാമി അവാർഡുകൾ നേടുന്ന വ്യക്തി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയതാരാണ്? ബിയോൺസെ ആണ്. നമ്മൾ ഓൾറെഡി ഇത് പഠിച്ചതാണ് കാര്യം. ഇതിന് മുന്നേ തന്നെ അവർ ഈ ഒരു റെക്കോർഡ് നേടിയിരുന്നു. ഇപ്പോൾ അവരുടെ റെക്കോർഡ് അവർ തന്നെ ബ്രേക്ക് ചെയ്തു. നേരത്തെ 32 ഗ്രാമി അവാർഡുകൾ നേടിയെങ്കിൽ ഇപ്പം എന്ത് ചെയ്തു? 35 ഗ്രാമി അവാർഡുകളോടുകൂടി ഏറ്റവും കൂടുതൽ ഗ്രാമി അവാർഡുകൾ നേടുന്ന വ്യക്തി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ആരാണ്? ബിയോൺസെ ആണ്. ഇനി നോക്കിയേ, മികച്ച കൺട്രി ആൽബത്തിനുള്ള പുരസ്കാരം നേടുന്ന ആദ്യത്തെ കറുത്ത വംശജ എന്ന ബഹുമതി നേടിയത് ആരാണ്? ബിയോൺസെ ആണ്. ഇവരുടെ ഈ പറഞ്ഞ ആൽബത്തിൻ്റെ പേരാണ് കൗബോയ് കാർട്ടർ. കൗബോയ് കാർട്ടർ എന്ന ആൽബത്തിലൂടെയാണ് ഈ പുരസ്കാരം നേട്ടമുണ്ടായത്. അപ്പോൾ നോക്കിയേ, ഏറ്റവും കൂടുതൽ ഗ്രാമി അവാർഡുകൾ നേടുന്ന വ്യക്തി എന്ന റെക്കോർഡ് ആരുടെ പേരിലാണ്? ബിയോൺസയുടെ പേരിലാണ്. എത്ര എണ്ണമാണ്? 35 ഗ്രാമി പുരസ്കാരങ്ങളാണ് നേടിയിട്ടുള്ളത്. ഇനി ഇവരുടെ പുതിയൊരു വിശേഷണം അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള ഒരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മികച്ച കൺട്രി ആൽബത്തിനുള്ള പുരസ്കാരം നേടുന്ന ആദ്യത്തെ കറുത്ത വംശജ എന്ന ബഹുമതി നേടിയതാരാണ്? ബിയോൺസെ ആണ്. ഏത് ആൽബം? കൗബോയ് കാർട്ടർ എന്ന ആൽബത്തിൻ്റെ പേരിലാണ് ഇവർക്ക് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. ഇനി നോക്കിയേ, അയർലൻഡിൻ്റെ പുതിയ പ്രധാനമന്ത്രി, ഇതൊരു നിയമനമാണ്. ആരാണ്? മൈക്കിൾ മാർട്ടിനാണ്. മൈക്കിൾ മാർട്ടിനാണ് എന്ത്? അയർലൻഡിൻ്റെ പുതിയ പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. ഇനി സ്പോർട്സിൽ നമുക്ക് നോക്കാം. ക്രിക്കറ്റിൻ്റെ 3 ഫോർമാറ്റിലെയും, അതായത് ടെസ്റ്റ്, 1 ഡേ, T20 അരങ്ങേറ്റത്തിൽ 3 വിക്കറ്റ് നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ആര്? ഹർഷിത് റാണ എന്ന് പറയുന്നത്. ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ഹർഷിത് റാണ. അപ്പം ടെസ്റ്റിലും ഏകദിനത്തിലും T20യിലും അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ 3 വിക്കറ്റ് നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ എന്ന റെക്കോർഡ് ആർക്കാണ്? ഹർഷിത് റാണയ്ക്കാണെന്ന് ഓർത്തിരിക്കുക. നോക്കിയേ, അടുത്തത് ക്രിക്കറ്റ് ലോകകപ്പ് നേടുന്ന ആദ്യ മലയാളി വനിത എന്ന് പറഞ്ഞാൽ ആരാണ്? VJ ജോഷിതയാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർ 19 T20 വേൾഡ് കപ്പാണ്. വേൾഡ് കപ്പ് ടീമിലായിരുന്നു ആര് ഉൾപ്പെട്ടിരുന്നത്? VJ ജോഷിത ഉൾപ്പെട്ടിരുന്നത്. അപ്പം ക്രിക്കറ്റ് ലോകകപ്പ് നേടുന്ന ആദ്യ മലയാളി വനിത ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? VJ ജോഷിതയാണ്. അണ്ടർ 19 കാറ്റഗറിയിൽ വരുന്ന 2020 വേൾഡ് കപ്പ് നേടിയ ടീമിലെ അംഗമായിരുന്നു VJ ജോഷിത എന്ന് പറയുന്നത്. വയനാട് സ്വദേശിയാണ്. അതേപോലെ നോക്കിക്കേ, ഈ പറഞ്ഞ ക്രിക്കറ്റ് ലോകകപ്പിൽ ആരാണ് വിന്നറായത്? ഇന്ത്യയാണ്. തോൽപ്പിച്ചത് ആരെയാണ്? ദക്ഷിണാഫ്രിക്കയാണ്. അതായത് ഫൈനലിൽ 9 വിക്കറ്റിന് ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ചുകൊണ്ട് ഇന്ത്യ കിരീടം നേടിയതാണ് ഇത് അണ്ടർ 19 T20 വേൾഡ് കപ്പ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു പോയിന്റിനകത്തുനിന്ന് VJ ജോഷിതയും ഇന്ത്യയാണ് ഈ ഒരു കാറ്റഗറിയിൽ വിന്നർ ആയതെന്നുള്ളതും ഓർത്തിരിക്കുക. വയനാട് സ്വദേശിയാണ് ആര്? VJ ജോഷിത എന്ന് പറയുന്നത്. ഈ നോക്കിയേ,
അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ 2024 ഏറ്റവും മികച്ച കളിക്കാരനുള്ള പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ പേസ് ബൗളർ ആരാണ്? അത് ജസ്പ്രീത് ബുംറയാണ്. 2024 ആരുടെ? നമ്മുടെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ ICCയുടെ 2024 ബെസ്റ്റ് കളിക്കാരനുള്ള പുരസ്കാരം ലഭിച്ച ഇന്ത്യയുടെ പേസ് ബൗളർ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? അത് ജസ്പ്രീത് ബുംറയാണ്. എന്നാൽ മികച്ച വനിതാ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ന്യൂസിലാൻഡിന്റെ അമേലിയ കെറാണ്. അമേലിയ കെറാണ് എന്ത്? മികച്ച വനിതാ താരം. പുരുഷ താരമാരാണ്? ജസ്പ്രീത് ബുംറയാണ്. ICCയുടെ 2024 ഏറ്റവും മികച്ച കളിക്കാരനും കളിക്കാരിയുമാണ് ആരെ? ഒന്ന് ജസ്പ്രീത് ബുംറയും, രണ്ട് അമേലിയ കെറും. ഇനി നോക്കിക്കേ, ക്രിക്കറ്റിലെ സമഗ്ര സംഭാവനയ്ക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് ഇന്ത്യയുടെ ആദ്യ ക്രിക്കറ്റ് ക്യാപ്റ്റനായ CK നായിഡുവിൻ്റെ പേരിൽ നൽകുന്ന ആജീവനാന്ത പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? നമുക്ക് ഡൗട്ടൊന്നും വരത്തില്ല. ആർക്കാണ്? സച്ചിൻ തെണ്ടുൽക്കറിനാണ്. അപ്പോൾ CK നായിഡു, ഇന്ത്യയുടെ ആദ്യത്തെ ക്രിക്കറ്റ് ക്യാപ്റ്റനായ CK നായിഡുവിൻ്റെ പേരിൽ നൽകുന്ന ആജീവനാന്ത പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? സച്ചിൻ തെണ്ടുൽക്കറാണ്. ഇനി നോക്കിയേ, ടാറ്റ സ്റ്റീൽ ചെസ്സിൽ കിരീടം നേടിയ വ്യക്തി ആരാണ്? അത് ടാറ്റ സ്റ്റീൽ ചെസ്സിൽ കിരീടം നേടിയത് പ്രജ്ഞാനന്ദയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വിശ്വനാഥൻ ആനന്ദിന് ശേഷം ടാറ്റ സ്റ്റീൽ കിരീടം നേടുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനാണ് ആരെന്ന് പറയുന്നത്? പ്രജ്ഞാനന്ദ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കി, ടാറ്റ സ്റ്റീൽ ചെസ്സിൽ കിരീടം നേടിയത് പ്രജ്ഞാനന്ദയാണ്. വിശ്വനാഥൻ ആനന്ദിന് ശേഷം ഈ ഒരു കിരീടം നേടുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനാണ് പ്രജ്ഞാനന്ദ എന്ന് പറയുന്നത്. ഇനി നോക്കി, 2020 ക്രിക്കറ്റിൽ ഇന്ത്യൻ താരത്തിൻ്റെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോറായ 135 റൺസ് നേടിയത് ആരാണ്? അത് അഭിഷേക് ശർമ്മയാണ്. 2020 ക്രിക്കറ്റിൽ ഇന്ത്യൻ താരത്തിൻ്റെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോറായ 135 റൺസ് നേടി റെക്കോർഡിട്ടത് അഭിഷേക് ശർമ്മയാണ്. ഇനി നോക്കിയേ, ഒരു ഇന്നിങ്സിൽ ഏറ്റവും കൂടുതൽ സിക്സർ എന്ന റെക്കോർഡ് ഇദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെയാണ്. 13 സിക്സറാണ്. ഒരു ഇന്നിങ്സിൽ തന്നെ 13 സിക്സർ നേടിക്കൊണ്ട് ഒരു ഇന്നിങ്സിൽ ഏറ്റവും കൂടുതൽ സിക്സർ നേടുന്ന റെക്കോർഡും ആരുടെ പേരിലാണ്? അഭിഷേക് ശർമ്മയുടെ പേരിലാണ്. ഇനി നോക്കിക്കേ, റുമാനിയയുടെ ഏത് മുൻ ലോക 1-ാം നമ്പർ വനിതാ ടെന്നീസ് താരമാണ് ടെന്നീസിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചത്? അത് സിമോണ ഹാലപ്പാണ്. നമ്മളിത് ഇവരുടെ പേരൊക്കെ നേരത്തെ കറണ്ട് അഫെയറിൽ പഠിച്ചിട്ടുള്ളതാണ്. സിമോണ ഹാലപ്പ് ഏത് രാജ്യക്കാരിയാണ്? റുമാനിയയുടെ മുൻ ലോക 1-ാം നമ്പർ വനിതാ ടെന്നീസ് താരമാണ്. 2 തവണ എന്ത് ചെയ്തിട്ടുണ്ട്? ഗ്രാൻഡ് സ്ലാം കിരീടം നേടിയിട്ടുള്ള വ്യക്തിയാണ് സിമോണ ഹാലപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത്, ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ബ്രസീലിയൻ ഫുട്ബോൾ താരമാണ് ആര്? മാർസെലോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഇവർ ഏത് രാജ്യക്കാരാണെന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ബ്രസീൽ ഫുട്ബോൾ താരമാണ് ആരെന്ന് പറയുന്നത്? മാർസെലോ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ശ്രീലങ്കയുടെ മുൻ ക്രിക്കറ്റ് ക്യാപ്റ്റനാണ് ആര്? ദിമുത് കരുണരത്ന എന്ന് പറയുന്നത്. അപ്പോൾ രത്ന എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്തെന്ന് കണക്ട് ചെയ്തിടാം? ശ്രീലങ്കയുമായിട്ട് കണക്ട് ചെയ്തിടാം. അപ്പം ദിമുത് കരുണരത്ന ഏത് രാജ്യക്കാരനാണ്? ശ്രീലങ്കക്കാരനാണ്. മുൻ ശ്രീലങ്കൻ ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റനായ വ്യക്തിയാണ്. അപ്പോൾ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും അടുത്തിടെ അല്ലെങ്കിൽ ഫെബ്രുവരി മാർച്ച് ആ ഒരു സമയത്ത് വിരമിക്കൽ പ്രഖ്യാപിച്ച കായിക താരമാണ് ആരെന്ന് പറയുന്നത്? ദിമുത് കരുണരത്ന എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ PSC ബുള്ളറ്റിനിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ എപ്പോഴും റെലവൻ്റ് ആണ്. അത് PSC ബുള്ളറ്റിനിൽ വന്നതായതുകൊണ്ട് തന്നെ എക്സ്ട്രാ നമ്മളത് എഫേർട്ട് എടുത്ത് തന്നെ പഠിക്കണം. അപ്പോൾ ഇത്രയും പോയിന്റ്സ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ പഠിക്കുക. അടുത്ത എഡീഷൻ്റെ ക്ലാസ്സുമായിട്ട് നമുക്ക് കാണാം. താങ്ക്